ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനൽ അക്കൗണ്ട് ഓഫ് സോൾ ട്രേഡർ ആണ്. സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അത് മെയിനായിട്ട് ഏതൊക്കെയാണ് സോൾ ട്രേഡർ ഫൈനൽ അക്കൗണ്ട് എന്നുള്ള കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ടത്, സോൾ ട്രേഡർ സംബന്ധിച്ച് അദ്ദേഹം ഇയർ എൻഡിങ്ങിൽ പ്രിപ്പയർ ചെയ്യുന്ന 3 അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റാണ്. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടും പിന്നീട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്. ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് ആ ഡേറ്റിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഈ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ബിസിനസ് ആദ്യമേ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. അപ്പം ട്രയൽ ബാലൻസ് ആണ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ബേസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസും അഡ്ജസ്റ്റ്മെൻറ്റ്സും യൂസ് ചെയ്തിട്ടാണ് സോൾ ട്രേഡർ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഇയറിൽ നടന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും അക്കൗണ്ടുകളുടെ സമ്മറി ഫോമാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസിൽ അസറ്റ്സ് ഉണ്ടാവും, ലയബിലിറ്റീസ് ഉണ്ടാവും, എക്സ്പെൻസ്, അതുപോലെ തന്നെ ഇൻകം, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ ഫേം അതിൻ്റെ അക്യുറസി, അരിത്തമാറ്റിക് അക്യുറസി ഓഫ് അക്കൗണ്ട്സ് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് എഴുതേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. നെക്സ്റ്റ് മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സും ട്രാൻസ്ഫർ ചെയ്യണം. പൊതുവേ മാനുഫാക്ചറിങ് അക്കൗണ്ട് അങ്ങനെ തരാറില്ല. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. BCA ഫസ്റ്റ് ഇയറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത്. BCA ഫസ്റ്റ് ഇയറും അതുപോലെ തന്നെ BBA ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ടും അവർക്ക് അങ്ങനെ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഇങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സിൻ്റെ കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് എഴുതണം. നെക്സ്റ്റ് എഴുതേണ്ടത് പർച്ചേസ് ആണ്. ഈ വർഷം വാങ്ങിച്ചിട്ടുള്ള പർച്ചേസസിന് എഴുതുക. റിട്ടേൺ ഉണ്ടെങ്കിൽ കുറച്ചിട്ട് എഴുതുക. നെക്സ്റ്റ് ക്യാരേജ് ഓൺ പർച്ചേസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സിനെ പർച്ചേസ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അവർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ക്യാരേജ് ഉണ്ടാവും. മീൻസ് വെഹിക്കിൾ ചാർജാണ്. ക്യാരേജ് ഉണ്ടെങ്കിൽ ക്യാരേജ് എഴുതുക. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത് സെയിൽസ് ആണ്. സെയിൽസ് ആദ്യം എഴുതുക. നെക്സ്റ്റ് അതിന് ശേഷം ക്ലോസിങ് സ്റ്റോക്ക് എഴുതുക. എന്നിട്ടിന് ശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്തിട്ട് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ അത് ഗ്രോസ് ലോസ് ആണ്. നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഈ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണ് നെക്സ്റ്റ് ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാര്യം ഈ തന്നിട്ടുള്ളത് മാനുഫാക്ചറിങ് ഫേമിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. അപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ആ അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം, പിന്നീട് പർച്ചേസസ് എഴുതണം. നെക്സ്റ്റ് ലെവലിൽ നെക്സ്റ്റ് ആയിട്ട് എഴുതേണ്ടത് എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. പ്രൊഡക്ഷനുമായിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പർച്ചേസ് റിലേറ്റഡുള്ള എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും എഴുതേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. നെക്സ്റ്റ് അതിന് ശേഷമാണ് ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് എഴുതുക, ക്ലോസിങ് സ്റ്റോക്ക് എഴുതുക. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് ഗ്രോസ് ലോസ് ആണ്. ക്രെഡിറ്റിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് വെച്ചിട്ടാണ്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഗ്രോസ് ലോസ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലുണ്ടാവും, ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലുണ്ടാവും. അതിനുശേഷം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ബിസിനസ് എഴുതേണ്ടത്. ഡെബിറ്റ് സൈഡിൽ ഗ്രോസ് ലോസ് ഉണ്ടെങ്കിൽ ആ ഗ്രോസ് ലോസിന് താഴെയായിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതുക. അതിൽ ഫസ്റ്റ് വൺ ആണ് സാലറി, സെക്കൻഡ് വൺ റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ് എക്സ്പെൻസസ്, ഓഡിറ്റ് ഫീസ്, ജനറൽ എക്സ്പെൻസസ്, repairs and maintenance, fire insurance premium, legal expenses, office lighting, interest and bank charges, bad debt, discount allowed, commission, advertising, traveling expenses, depreciation, sundry trade expenses, office expenses, establishment expenses, loss on sale of asset, carriage outward. അവർക്ക് ക്യാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പക്ഷേ ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതാനുള്ളതാണ്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്,
വെയർഹൗസ് എക്സ്പെൻസസ്, ഇവരൊക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഈ എക്സ്പെൻസുകളെല്ലാം നമ്മൾ എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതെടുത്ത് എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ആദ്യം എന്ത് ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റ് എഴുതുക, അതിനുശേഷം ഇൻഡയറക്റ്റ് ഇൻകംസ് എഴുതുക. സെയിൽസ് അല്ലാതെയുള്ള ഇൻഡയറക്റ്റ് ഇൻകം എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഫസ്റ്റ് റെൻറ്റ് റിസീവ്ഡ്, നെക്സ്റ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ്, ബാഡ് ഡെബ്റ്റ് റിക്കവേർഡ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, മിസലേനിയസ് ഇൻകം. ഇത്രയാണ് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ഇൻകം മുഴുവൻ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കൂടുതലും ക്രെഡിറ്റ് സൈഡിൽ കുറവാണെങ്കിൽ അതിനർത്ഥം ലോസ് ആണെന്നാണ്. അപ്പോൾ നെറ്റ് ലോസ് എന്ന് എഴുതുക. നെക്സ്റ്റ് നേരെ ഓപ്പോസിറ്റ്, ക്രെഡിറ്റ് സൈഡിൽ കൂടുതലും ഡെബിറ്റ് സൈഡിൽ കുറവാണെങ്കിൽ അതിനർത്ഥം നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെന്നാണ്. ആ നെറ്റ് പ്രോഫിറ്റ് അങ്ങനെയാണെങ്കിൽ ബാലൻസ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് എഴുതുക. ഈ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഫൈനൽ അക്കൗണ്ട് മീൻസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. സോൾ ട്രേഡറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് ആണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റാണ്. ലാസ്റ്റ് ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് സോൾ ട്രേഡർ പ്രിപ്പയർ ചെയ്യുന്നത്. അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും അടങ്ങുന്നതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള അസറ്റ്സ് ആയിട്ടുള്ള എഴുതും, അതുപോലെ തന്നെ ലയബിലിറ്റീസും ക്യാപിറ്റലും ലയബിലിറ്റീസ് ആയിട്ടുള്ള എഴുതും. അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ബേസിസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ലയബിലിറ്റി സൈഡ് ഡെബിറ്റ് സൈഡിന് തുല്യമായിട്ടുള്ള സൈഡിലാണ് ലയബിലിറ്റീസ് എഴുതുന്നത്. നെക്സ്റ്റ് അസറ്റ് ക്രെഡിറ്റ് സൈഡിന് തുല്യമായിട്ടുള്ള സൈഡിലാണ് എഴുതുന്നത്. മെയിനായിട്ടും അസറ്റ്സും ലയബിലിറ്റീസും രണ്ട് രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. കറണ്ട് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ളതും. കറണ്ട് എന്ന് പറയുന്നത് 1 ഇയർ മാത്രം അല്ലെങ്കിൽ 1 ഇയറിന് കുറവ് മാത്രം വാലിഡിറ്റി ഉള്ള അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് ആണ് കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ്. ഒന്നിൽ കൂടുതൽ വർഷം അതിന് ലാസ്റ്റ് ചെയ്യുമെങ്കിൽ അതിനെ ലോങ് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ്സ് എന്ന് പറയും. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റി സൈഡിൽ ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇവയൊക്കെയാണ് മെയിനായിട്ടും വരുന്ന കറണ്ട് ലയബിലിറ്റീസ്. അതിനുശേഷം ലോങ് ടേം ലയബിലിറ്റീസ് ചെയ്താൽ മോർട്ട്ഗേജ്ഡ് ലോൺസ്, അതുപോലെ തന്നെ റിസർവ്സ്, ബിസിനസ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടി ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പ്രോഫിറ്റ് എന്ന റിസർവ്സ് ലയബിലിറ്റി സൈഡിലാണ് വരിക. നെക്സ്റ്റ് ക്യാപിറ്റലിനോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം, നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. നെക്സ്റ്റ് എഴുതേണ്ടത് ക്യാപിറ്റലിൽ നിന്നും ലെസ് ചെയ്യാനുള്ളതാണ് ഡ്രോയിങ്സ്. പേഴ്സണൽ ഡ്രോയിങ്സിനെ എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. നെക്സ്റ്റ് അസറ്റ് സൈഡാണ്. അസറ്റ് സൈഡിൽ ഫസ്റ്റ് എഴുതേണ്ടത് കറണ്ട് അസറ്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള അസറ്റ്സിനെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ 1 ഇയറിനുള്ളിൽ അത് ലിക്വിഡ് ഫോമിലേക്ക് ക്യാഷ് ഫോമിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അതാണ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൽ വരുന്നതാണ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം, ഇവയൊക്കെയാണ് കറണ്ട് അസറ്റ്സ്. അതിനുശേഷം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് ഫിക്സഡ് അസറ്റ്സ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ്സ് എഴുതുക. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, മോട്ടോർ വെഹിക്കിൾസ്, പാറ്റൻസ്, ട്രേഡ് മാർക്സ്, ലൂസ് ടൂൾസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇവയൊക്കെയാണ് ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ്. അതിനുശേഷം ബാലൻസ് ഷീറ്റ് ടാലി ആക്കുക. ബാലൻസ് ഷീറ്റിന് രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആണെന്ന് പറയാം.